കർത്താവിന് മഹത്വം. ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ തന്നെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തട്ടെ. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച് 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് 17ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്ത് അങ്ങനെ ഇന്ത്യയിൽ ഉള്ള മിക്ക സംസ്ഥാനങ്ങളിലും 3 വൻകരയിലായി 41 രാജ്യങ്ങളിൽ പ്രസംഗിച്ച് ഏകദേശം 12 വർഷം ആയിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ അനുഗമിക്കും, അവയെ ഞാൻ പേർ ചൊല്ലി വിളിക്കുന്നു. ഞാൻ ഇരുന്ന് പറഞ്ഞു, ദൈവമേ, നീ എന്നെ പേർ ചൊല്ലി വിളിക്കുമോ? ഞാൻ നിന്റെ സ്വരം കേൾക്കുന്നില്ലല്ലോ. ഞാൻ എപ്രകാരം നിന്റെ സ്വരം കേൾക്കണം എന്ന് ഞാൻ ചോദിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ദൈവവുമായ ഒരു ബന്ധം എനിക്ക് ആഴമായി ലഭിക്കുവാൻ ഇടയായി. അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ഞാൻ വിടുകയും ദൈവ നിയോഗമനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നാസിക്കിൽ കടന്നു പോകാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുടുംബമായി ഇപ്പോൾ നാസിക്കിലായിരിക്കുന്നു. അവിടെ കഴിഞ്ഞ 2 വർഷമായി പ്രാർത്ഥനയിലായിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇന്ന് അവിടെ വരുന്നവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഞങ്ങളെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള സന്തോഷം ഞങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി വരുന്ന വലിയവനായ ദൈവം, ആ ദൈവത്തോട് സംസാരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആത്മാവിനെ, മനുഷ്യ ആത്മാവിനെ, എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവിനെ ദൈവം പ്രിപ്പയർ ചെയ്തു, അതിന് ജീവൻ നൽകി എന്നതാണ് ഏറ്റവും വലിയ ഒരു സത്യവും അതാണ് ഏറ്റവും വലിയ എൻ്റെ സന്തോഷവും. അത് നിങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആദ്യമേ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ദൈവം ചോദിച്ച ചോദ്യമാണ് ആദിമ മനുഷ്യനോട്, ആദമേ നീ എവിടെ? മനുഷ്യ നീ എവിടെ? സകല രഹസ്യങ്ങളെയും അറിയുന്ന, ഹൃദയങ്ങളെയും ഹൃദയ വിചാരങ്ങളെയും അറിയുന്ന, സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന ഒരു ദൈവം മനുഷ്യനോട് വിളിച്ചു ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെ? യാക്കോബിനോട് ദൈവം ചോദിക്കുകയാണ്, നിന്റെ പേര് എന്താകുന്നു? എന്താണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്? ആദ്യമേ എന്നെ കേൾക്കുന്ന വ്യക്തിയെ, നാം ഒരു കാര്യം ചിന്തിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എവിടെയാണ് എന്നുള്ള ആഴത്തിലുള്ള അറിവാണ് ഇന്ന് നമ്മളെ ആത്മീക ജീവിതത്തിലേക്ക് വളർത്തുന്നത്. നാം ഇപ്പോൾ എവിടെയാണ് എന്ന് അറിയാത്ത പക്ഷം നമുക്കൊരിക്കലും ആ ദൈവത്തെ അനുഗമിക്കുവാൻ കഴിയത്തില്ല. ദൈവം പറയുന്നത് നാം തുറന്ന് സമ്മതിക്കാം എന്നാണ്. ഞാൻ പറയട്ടെ, ആദിമ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് അകന്നവനായി അവൻ പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവൻ ഒരു ചെടിയുടെ മറവിൽ നിന്നുകൊണ്ട് ദൈവം എന്നെ കാണരുതേ എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് നാം കാണുന്നത്. പിന്നെ നാം കാണുന്നത് എന്താണ്? അത്തിയില വെച്ച് അവൻ തന്നെത്താൻ മറച്ചിട്ട് മറ്റുള്ളവരിൽ നിന്ന് അവനെ മറയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് അത് തന്നെയല്ലേ? നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മളെ തന്നെ ഒളിപ്പിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് നാം മറയ്ക്കുവാനും ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നാം തുറന്നു പറയാത്തിടത്തോളം കാലം ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് സ്ഥിതിയിലായിരുന്നാലും 1 മിനിറ്റ് എന്നോടുകൂടെ പ്രാർത്ഥിക്കുമോ? ദൈവമേ, നീ എന്നെ നന്നായി അറിയുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽക്കാലം എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന്. എനിക്ക് നിന്നിൽ നിന്ന് ഓടിപ്പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ തന്നെ ഒന്ന് കാണുവാൻ എന്നെ ബലപ്പെടുത്തണമേ. ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ഏതവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും ഇന്ന് ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് തുറന്ന് ദൈവസന്നിധാനത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ? എന്നാൽ ഇവിടെ മുതൽ നിങ്ങളുടെ ആത്മീക ജീവിതം തുടങ്ങുകയാണ്. അത് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, പെന്തക്കോസ്തുകാരായ ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റെല്ലാ വിഭാഗങ്ങളിലും വലിയതായ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നെ ദൈവം മനസ്സിലാക്കിയ ചില സത്യങ്ങൾ ഞാൻ പറയട്ടെ. ആരാധന എന്ന് പറഞ്ഞാൽ
നാം ദൈവത്തെ അനുസരിക്കുക, അവന് വേണ്ടി ജീവിക്കുക, അവന് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായി കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൈവത്തിന് പ്രസാദകരമായ യാഗം. അതാണ് ദൈവത്തിന് പ്രസാദകരമായ ആരാധന. ഈ ആരാധനയ്ക്ക് വേണ്ടി ദൈവം നമ്മെ വിളിക്കുകയാണ്. ഈ ആരാധനയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ട് കൈകൊട്ടി വലിയ പാട്ടുകൾ പാടുന്നതല്ല ആരാധന. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് അനുസരിക്കുന്നത്, ദൈവ ശബ്ദം എങ്ങനെയാണ് കേൾക്കുന്നത്, ദൈവത്തിന് വേണ്ടി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ മഹത്വപൂർണമായ ചോദ്യം. ഞാൻ പറയട്ടെ, ഞാൻ അതനുസരിച്ച് ദൈവകരങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ ഓടുന്ന മുഴുവൻ നിന്റെ ബുദ്ധിയുടെ ശുശ്രൂഷയാണ്. കഴിഞ്ഞ കാലങ്ങൾ നീ പ്രസംഗിച്ചത് നിന്റെ ബുദ്ധിയിലുള്ള നിന്റെ അറിവാണ് നീ ആളുകളുടെ ഇടയിലേക്ക് കൊടുത്തത്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആളുകളുടെ അകത്ത്, ഓരോ മനുഷ്യന്റെയും അകത്ത്, ഏറ്റവും അകത്തായി ശരീരമുണ്ട്, അതിൻ്റെ അകത്തൊരു പ്രാണനുണ്ട്, അതിൻ്റെ അകത്തൊരു ആത്മാവുണ്ട്, മനുഷ്യ ആത്മാവ്. ഈ മനുഷ്യ ആത്മാവിനെ, മരിച്ചു കിടക്കുന്ന ആത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ജീവൻ കൊടുക്കുവാനാണ് ദൈവം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. ആ ജീവനാണ് ഇന്ന് ഓരോ വ്യക്തിക്കും വേണ്ടത്. അതിനനുസരിച്ച് കമ്മിറ്റ് ചെയ്തപ്പോൾ ദൈവം എന്നോട് ചോദിക്കുവാൻ തുടങ്ങി, മോനെ, നിന്റെ പാപങ്ങളെ പറ്റി നിനക്ക് അറിവുണ്ടോ? ഞാൻ ഇരുന്ന് കരയുവാൻ തുടങ്ങി. പെന്തക്കോസ്തിൽ ജീവിച്ച ആൾക്ക് ഒരു സിനിമ കാണുന്നതോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നതോ മദ്യം കുടിക്കുന്നതോ അങ്ങനെയുള്ളതാണ് പാപമെന്ന് ചിന്തിച്ച ഞാൻ, എൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്നതാണ് ഏറ്റവും വലിയ പാപമെന്ന് ഗ്രഹിക്കുവാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, എന്നിലുള്ള അസൂയ, എന്നിലുള്ള കോപം, എന്നിലുള്ള ജാരശങ്ക, എന്നിലുള്ള ഓരോ പ്രശ്നങ്ങളെ പറ്റി ദൈവം അങ്ങോട്ട് കാണിക്കുവാൻ തുടങ്ങിയപ്പോൾ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് ഞാൻ കരയുവാൻ തുടങ്ങി. അപ്പോൾ യേശു പറഞ്ഞു, മോനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടിയാ കർത്താവ് മരിച്ച്. ഏതൊരു വ്യക്തി പാപത്തിൽ, അവന്റെ പാപത്തെക്കുറിച്ച് അവൻ ആഴമായ ബോധ്യമുണ്ടായി അതിനെ ആര് പരിഹരിക്കുമെന്ന് ചോദിക്കുന്നോ, അവർക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. അവർക്ക് വേണ്ടി ഇന്ന്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതായ അവസരത്തിൽ തന്നെ നിങ്ങളുടെ അടുത്ത് കടന്നു വരുവാൻ കഴിവുള്ള, വിശ്വാസത്താൽ നിങ്ങളുടെ അകത്ത് വരുവാൻ കഴിവുള്ള ഒരു യേശുവാണ് നമ്മുടെ യേശു. ആ യേശു ജീവിക്കുന്ന ദൈവമാണ്. പിന്നെ ഞാൻ പറയട്ടെ, അങ്ങനെയായപ്പോൾ ദൈവം എനിക്ക് സ്നാനത്തെ പറ്റി വലിയ വ്യക്തത തന്നു. സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തു പറഞ്ഞു, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. പത്രോസ് ഇപ്രകാരം പറഞ്ഞു, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ സ്നാനം എടുക്കണമെന്ന് പറഞ്ഞു. പിന്നീട് പത്രോസ് പിന്നെയും വിളിച്ചു പറയുകയാണ്, നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടാത്രേ ഇപ്പോൾ സ്നാനം. പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റിരിക്കുന്നു. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? സ്നാനം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഭാഷയിൽ, ദൈവം എന്നെ ഗ്രഹിപ്പിച്ച ഭാഷയിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികളെ ഉരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ ബുദ്ധി പറയുന്നത് ഇനി എനിക്ക് കേൾക്കണ്ട. ഞാൻ ഇതുവരെ ബുദ്ധിയെ അനുസരിച്ചാ ജീവിച്ചത്. പക്ഷേ ഞാൻ ബുദ്ധി പറയുന്നത് കേൾക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവിനോട് പറയുന്നത് ഞാൻ കേട്ടുകൊള്ളാം. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ പാപത്തിന് പരിഹാരത്തിന് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. കാരണം യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അവന്റെ രക്തത്താൽ എനിക്ക് വിടുതലുണ്ട് എന്ന് ഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കുന്നതാണ് സ്നാനം. ഞാൻ പറയട്ടെ, ഒരു ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു അപേക്ഷ കൊടുക്കുക, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും. ഇന്ന് പലരും എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹമുള്ളവർ സ്നാനത്തിൽ അവനൊരു ആപ്ലിക്കേഷൻ കൊടുക്കുക, കർത്താവെ, പരിശുദ്ധാത്മാവിൽ എനിക്ക് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എന്നെ അതിനുവേണ്ടി സഹായിക്കണമേ എന്ന് പറഞ്ഞുള്ള ആപ്ലിക്കേഷനാണ്. പലരും ഒളിച്ചും പാത്തുമായി ഇന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. കുഴപ്പമില്ല. പക്ഷേ ഈ ജോലിക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേസ്റ്റാ, അല്ലേ? ആപ്ലിക്കേഷൻ വേസ്റ്റാ.
അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നാം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കൂ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അകത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി വാതിൽ തുറന്നു കൊടുക്കുമോ? അങ്ങനെ ജീവിക്കുന്ന ഒരു ആള്, യേശുവിനെ നാം കാണുന്നത്, അവൻ സ്നാനപ്പെട്ട് കയറിയ ഉടനെ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പരിശുദ്ധാത്മാവ് അവനെ ഓരോ സ്ഥലത്തേക്കും ദൈവ പ്രവർത്തിക്ക് വേണ്ടി നയിച്ചു എന്ന് നാം അവിടെ കാണുന്നു. യേശുവിന്റെ ജീവിതം സ്നാനശേഷം പരിശുദ്ധാത്മാവിലായിരുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് അവൻ 2 ദിവസം കഴിഞ്ഞിട്ട്, ലാസർ മരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് പോയത്. നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത്? അയ്യോ, ആള് മരിച്ചോ, പെട്ടെന്ന് എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ഓടിപ്പോകുവാൻ ശ്രമിക്കുക. നമ്മുടെ ബുദ്ധിയുടെ അനുസരണമാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടണം. ദൈവം ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് എന്താ പറയുന്നേ അത് കേൾക്കണം. ഇന്ന് നമ്മുടെ ഇടയിൽ പൊതുവേ ഉള്ള ഒരു കാര്യമുണ്ട്. ദൈവഹിതം അറിയുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. ദൈവഹിതം അറിയണം, ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കണം. ദൈവം എന്നോട് പറഞ്ഞു, മോനെ, ദൈവഹിതം നീ അറിയണമെങ്കിൽ ഞാൻ പറയാം, പക്ഷേ അത് അറിയുന്നതല്ല വലിയ കാര്യം, അത് അനുസരിക്കുന്ന വലിയ കാര്യം. ഇന്ന് നമ്മളെല്ലാം സാഹചര്യം അനുസരിച്ചാ ദൈവഹിതം പറയുന്നത്. ഇതും എല്ലാം ശരിയായെങ്കിൽ ഇതെല്ലാം ദൈവഹിതമാ. ഞാൻ പറയട്ടെ, അതല്ല. ഇന്ന് സാഹചര്യം അനുസരിച്ചായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. നാസിക്കിൽ പോയി 2 വർഷം ഇരിക്കത്തില്ലായിരുന്നു. എൻ്റെ വൈഫിനാണെങ്കിൽ ഗൾഫിൽ ഷാർജ മിനിസ്ട്രിയിൽ ജോലി കിട്ടിയതാ, നല്ല ശമ്പളത്തിൽ. അവിടെ MOH പാസ്സായി, നല്ല രീതിയിൽ പാസ്സായി. അവിടേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിനോടുകൂടെയുള്ള നിന്ന വലിയ ധനമെന്നെണ്ണി. അതുകൊണ്ട് നിനക്കെന്താ? ദൈവം ചോദിച്ച ചോദ്യമാ. മോശ അങ്ങനെ എണ്ണിയെങ്കിൽ നിനക്കെന്താ? നമുക്കൊന്നുമില്ല. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് നമുക്കെന്താ? ഒരു കാര്യവുമില്ല. പക്ഷേ അബ്രഹാം വിശ്വസിച്ചതുപോലെ, മോശ അനുസരിച്ചതുപോലെ ഇന്ന് ഞാൻ അനുസരിക്കുന്നുവെങ്കിൽ എനിക്ക് അതിൻ്റെതായ അനുഗ്രഹമുണ്ട്. ഈ വചനം കേട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു, കർത്താവേ, മിസ്രൈമിലുള്ള നിക്ഷേപമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ക്രിസ്തുവിന്റെ നിന്നയാ വേണ്ടത്. അത് കാരണം എന്താണെന്നറിയാമോ? ദൈവം പറഞ്ഞു അത് വലിയ പ്രതിഫലമുള്ളതാ. അപ്പോൾ സാഹചര്യമല്ല നമ്മളെ ദൈവഹിതം അറിയുവാൻ അനുസരിക്കുവാനും നമ്മളെ നിയന്ത്രിക്കുന്നത്. പിന്നെയോ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനമാണ്. ഇതാണ് റോമാലേഖനം 7-ാം അധ്യായവും 8-ാം അധ്യായവും പൗലോസ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ അധ്യായങ്ങൾ, ഓരോ വാക്യങ്ങളും അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ ഇത് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ 14 വർഷം പ്രസംഗിച്ച് നടന്ന ആളാ. ഇന്ന് ഞാൻ പ്രസംഗിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രസംഗമല്ല വലുത്, ജീവിതമാ വലുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതാ. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, എനിക്ക് മോഹം ഉണ്ട്, എന്നാൽ ഈ മോഹം പാപമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് മോഹം വേണ്ട, അല്ലെങ്കിൽ അസൂയ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് അസൂയ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ശരീരം പാപസംബന്ധമായി മരിച്ചിരിക്കയാൽ, പാപമുള്ളതാകിയാൽ ഞാൻ ശരീരത്തെ അനുസരിച്ച് അസൂയപ്പെട്ടു പോവുക. അല്ല, നിങ്ങൾ പറ, നിങ്ങൾക്ക് അസൂയയില്ലയോ? അസൂയ മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ? കോപം വന്നാൽ കോപം ശമിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. പൗലോസും അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ന്യായപ്രമാണത്തിൽ ജീവിച്ച് എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വന്നെങ്കിലും പാപത്തെ കൺട്രോൾ ചെയ്യുവാൻ എൻ്റെ ശരീരം കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ കഴിയുന്നില്ല. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അവൻ വിളിച്ചു പറയുക, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എൻ്റെ അകത്ത് വസിക്കുന്ന പാപം ഇത്രയും കഠിനമാണ്, ഇതിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിന് അവൻ 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവൻ ഉത്തരം പറയുകയാണ്. ഉത്തരം പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ പറയുകയാ, അതുകൊണ്ട് ഇപ്പോൾ നാം ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അത് മലയാളത്തിൽ അത് ഫുൾ വാക്യമില്ല. നിങ്ങൾ ഇംഗ്ലീഷിൽ KJV വായിച്ചാൽ അറിയാം. Now therefore there is no condemnation in Christ Jesus, for they walk not according to the flesh but after the Spirit. എന്താണ്? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കാരണം അവർ ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. മനസ്സിലായോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ നിന്നുള്ളത് എടുത്ത് നമുക്ക് തരുന്നത് കൊണ്ട് നാം ക്രിസ്തുവിനെ അനുസരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നാം ക്രിസ്തുയേശുവില. അങ്ങനെയുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാ. അപ്പൊ ഇന്ന് ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമുക്കൊരു ശിക്ഷാവിധിയുമില്ല. അല്ല, യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൽ പാപമോചനം കിട്ടിയതാ, സ്നാനപ്പെട്ടതാ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ജഡത്തെ അനുസരിച്ചാ ജീവിക്കുന്നെങ്കിൽ പൗലോസ് അവിടെ പറയുകയാണ്, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് നാം ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. പിന്നെ എന്തിനാ കടക്കാരായിരിക്കുന്നത്? ആത്മാവിനാ. കാരണം നമ്മൾ ഒരു തീരുമാനമെടുത്തതാ, സ്നാനത്തിൽ യേശുവിനോടുകൂടെ ചേരുവാനാ ഞാൻ സ്നാനപ്പെട്ടത്. അതുകൊണ്ട് ഈ ലോകം എനിക്ക് വേണ്ട, പിശാച് എനിക്ക് വേണ്ട, ഈ ജഡം എനിക്ക് വേണ്ട, ഇതൊന്നുമല്ല എനിക്ക് വലിയ കാര്യം, ഞാൻ ആത്മാവിനെ അനുസരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനമെടുത്തത്. അനുസരിക്കുന്നില്ലെങ്കിൽ അതിനോട് നാം കടപ്പെട്ടവരാണ്, കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ കർത്താവ് വചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുക, മാനസാന്തരപ്പെട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. ഈ വചനത്തിൽ പറയുന്നത് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, മനുഷ്യനിൽ നിന്നുമല്ല മനുഷ്യനാലുമല്ല ഞാൻ ഈ വെളിപ്പാടുകൾ പ്രാപിച്ചത്, അപ്പോസ്തലന്മാരിൽ നിന്നല്ല ഞാൻ പ്രാപിച്ചത്, പിന്നെയോ ക്രിസ്തുയേശുവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇത് പ്രാപിച്ചതാ, അതിന്റെ ദൃഢനിശ്ചയം എനിക്കുണ്ട്. എന്നിട്ട് പൗലോസ് ഗലാത്യരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചിട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം? നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ബുദ്ധിയിൽ അവസാനിക്കുകയാണോ, ജഡത്തിൽ അവസാനിക്കുകയാണോ? അയ്യോ, അത് മാറിയിട്ട് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വലിയൊരു കോളിംഗ് തന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. എന്താ ഇതൊക്കെ ഞാൻ പറയുന്നതിന് കാരണം? ഒരു പ്രാവശ്യം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, എൻ്റെ കല്യാണത്തിന്റെ സമയത്ത് അവൾ ബ്യൂട്ടീഷ്യനെ കാണാൻ പോയി ഒരുങ്ങുവാൻ വേണ്ടി. ഈ ബ്യൂട്ടീഷ്യൻ അപ്പോൾ പിരിയമൊക്കെ പ്ലക്ക് ചെയ്യണമെന്നും പറഞ്ഞ് ആദ്യത്തെ ഇത് പിടിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, എനിക്ക് അതൊക്കെ ഭയങ്കര വേദനയാണ്, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അതൊക്കെ നല്ല കാര്യമാണല്ലോ എന്ന് ചിന്തിച്ച് ഇരുന്ന് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മോനെ, ഇതാ നിന്റെയും പ്രോബ്ലം. എന്താ? സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിലുള്ള മണവാളന് വേണ്ടി, മണവാളനായ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു കന്യകയെ ഒരുക്കുവാൻ വേണ്ടി പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് ദൈവം അവനൊരു ദൗത്യം കൊടുത്തിരിക്കുക. എന്താണെന്നറിയാമോ? ബ്യൂട്ടീഷ്യന്റെ ദൗത്യമാ. വിശുദ്ധമായ കന്യകയെ പ്രിപ്പയർ ചെയ്ത് കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്തൊരു കന്യകയെ ഒരുക്കി മണവാളന് വേണ്ടി എടുത്തുകൊണ്ടു പോകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മുടെ അകത്തുള്ള അശുദ്ധി നീക്കുവാൻ, കാണാൻ കൊള്ളാത്തതൊക്കെ മുറിച്ചു മാറ്റുവാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും, ഇതൊക്കെ വളരെ വേദനയുള്ള കാര്യമാ, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട. ഒറ്റ അശുദ്ധനും സ്വർഗത്തിൽ കടക്കത്തില്ല. അശുദ്ധൻ അവിടെ കടക്കയില്ല. വിശുദ്ധരെ ചേർക്കുവാനാ ദൈവം വരുന്നത്. വിശുദ്ധരെ മാത്രമേ ചേർക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഈ ലോക സ്നേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവസ്നേഹം നമ്മളിൽ വർദ്ധിക്കും. അങ്ങനെ നമ്മൾ വിശുദ്ധരായി ആ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകുവാൻ കഴിയും. ആ വിശുദ്ധീകരണത്തിന് വേണ്ടിയാ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്.
ഒരശുദ്ധനും അവിടെ കടക്കയില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്ക്, കാരണം ജഡത്തിന്റെ പ്രവർത്തികളോ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുക. കോപം, ക്രോധം, ദുർനടപ്പ്, അസൂയ, ഒത്തിരി കാര്യങ്ങൾ അവിടെയുണ്ട്. ഇന്ന് മദ്യപാനിയെ നമ്മൾ ഒഴിച്ചു നിർത്തും, പക്ഷെ അസൂയക്കാരനെ നമ്മൾ വെറുതെ വിടും. മദ്യപാനിയോട് പറയും നീ പാപിയാണ്, പക്ഷേ അസൂയക്കാരനോട് പറയും കുഴപ്പമില്ല, ഒന്നിച്ച് ആരാധിച്ചോളാൻ. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ദൈവം പറയുന്നത് അസൂയക്കാരനും മദ്യപാനിയും ഒരുപോലെ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. അതിനടുത്ത വാക്യം പറയുന്നത് എന്നാൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിജയം എന്നീ തുടങ്ങിയ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാ നമുക്ക് സാധിക്കുന്നത്? ഒന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പറയട്ടെ. ഒന്ന്, സമ്മതിക്കണം, കർത്താവേ എനിക്ക് ഇപ്പൊ കോപമുണ്ട്. കോപമുണ്ടെങ്കിൽ കോപമുണ്ടെന്ന് സമ്മതിക്ക്. അതെന്തിനാ ഒളിച്ചു വെക്കുന്നേ? അസൂയ ഉണ്ടെങ്കിൽ അസൂയ ഉണ്ടെന്ന് പറ. ഒരു ദിവസം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഇവരെ നോക്കിയിട്ട് വലിയ അസൂയ. അയ്യോ എനിക്കൊന്നുമില്ലല്ലോ കർത്താവേ, ഞാൻ ഇത്രയും നിന്നെ അന്വേഷിച്ചിറങ്ങിയിട്ട് ഒന്നുമില്ലാത്തവനായിട്ടാണല്ലോ, എന്നാൽ എന്റെ കൂടെയുള്ളവർക്കൊക്കെ ഭയങ്കര അനുഗ്രഹമാണല്ലോ, എനിക്കങ്ങ് അസൂയ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ ദൈവം എന്നോട് പറഞ്ഞു, മോനെ നിന്റെ വിളി ഒന്ന് ഉറപ്പാക്കാൻ പറഞ്ഞു. എന്താ? എന്നോട് ചോദിച്ചു, നീ എന്തിനാ എന്റെ പുറകെ വരാൻ തുടങ്ങിയത്? എന്തിനാ വരാൻ തുടങ്ങിയേ? ഞാൻ പറഞ്ഞു, കർത്താവേ ഒരു പ്രതിഫലം സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞ്, അവിടെ നീ എനിക്ക് വേണ്ടി ഒരു വീട് ഒരുക്കുന്നു എന്നറിഞ്ഞ്, നിന്നെ അനുഗമിക്കുന്നവർക്ക് നീ ആ നിത്യജീവൻ കൊടുക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ പിൻപറ്റിയേ. കർത്താവ് പറഞ്ഞു, മോനെ അതൊരിക്കലും നിന്നെ വിട്ടുമാറത്തില്ല. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനെ കൊടുക്കും. ഞാൻ ഒരു ഭവനം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. എന്നിൽ വിശ്വസിച്ച് എന്നിൽ ആശ്രയിച്ച് എന്റെ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രതിഫലവും കൊടുക്കും. ഇനി നിന്റെ പ്രശ്നം എന്തുവാ? ഞാൻ പറഞ്ഞു, കർത്താവ് ഒരു പ്രശ്നവുമില്ല. ശരിയാ, ഞാൻ ഇറങ്ങിയത് ലോകത്തെ സമ്പന്നത കിട്ടുവാൻ വേണ്ടിയല്ല. ഞാൻ ഇറങ്ങി തിരിച്ചത് യേശുവിനെ പിൻപറ്റുവാനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ പറയുന്നു യേശുവിനെ പിൻപറ്റാനാണ് നമ്മൾ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിൽ എന്തൊക്കെയോ വാരിക്കൂട്ടി ഈ ലോകത്തിലെ പ്രതാപം കാണിക്കുവാനാണ് നമ്മളെല്ലാം തുനിയുന്നത്. യേശുവിന്റെ മുമ്പിൽ പിശാചു കൊണ്ട കൊടുത്തത് എന്താണെന്നറിയാമോ? ഈ ലോകം മുഴുവനും. ഈ ലോകം മുഴുവനും അവൻ കൊണ്ട കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ ഒന്ന് വണങ്ങിയാൽ ഞാൻ ഈ ലോകം മുഴുവനും നിനക്ക് തരാം. യേശു പറഞ്ഞു, എനിക്ക് വേണ്ട. നമ്മൾ വിചാരിക്കും യേശുവിനെ പോലെ മഠയൻ വേറെ ആരുമില്ല, ഇല്ലേ? കാരണം യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എന്തിനാ? ഈ ലോകത്തെ വാങ്ങിക്കാനാ. ഇപ്പൊ ഈ ലോകം അവന്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തിരിക്കുക. എന്താ യേശുവിന് വേണ്ടായോ? യേശു പറഞ്ഞു, ഈ ലോകം ഞാൻ വാങ്ങിക്കും, പക്ഷെ നീ തരുന്ന വഴിയിലല്ല. നീ തരുന്ന വഴി എന്താണെന്നറിയാമോ? ഈ ദൈവത്തെ വിട്ടിട്ട് നിന്നെ നമസ്കരിക്കുന്ന വഴിയാ. അതൊരിക്കലുമില്ല. എന്റെ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ഞാൻ നമസ്കരിക്കത്തില്ല. ഈ ലോകം ദൈവം നമുക്ക് തരുന്നതാ, പക്ഷേ യേശു അത് വാങ്ങിയത് ക്രൂശിലാണ്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ടാണ് ഈ ലോകം വാങ്ങിക്കുന്നത്. യേശു പറഞ്ഞു, നീ തരുന്നത് പോലെ അല്ല ഞാൻ ഈ ലോകം വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞവൻ ക്രൂശിൽ കയറി. അപ്പോൾ ഒരു ശതാധിപൻ, ഒരു അന്യജാതിക്കാരൻ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. ആ ശവത്തെ നോക്കിയിട്ട് വിളിച്ചു പറയുക, അയ്യോ ഇവൻ ദൈവപുത്രനായിരുന്നു, സത്യം. അവൻ ക്രൂശിൽ കിടക്കുന്ന ഒരു മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് ശവത്തെ നോക്കിയിട്ട് വിളിച്ചു പറയുക, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, സത്യം. എന്താണ് ഇന്ന് അങ്ങനെ ദൈവത്തിന് വേണ്ടി നാം മരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തോട് കംപ്ലീറ്റ് ആയിട്ട് വിട പറഞ്ഞ്, ഈ ലോകം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് യേശുവിന് പുറകെ പോകുമ്പോൾ അവിടെ ഒരു വിജയമുണ്ട്. ഇന്ന് ഈ ലോകമെല്ലാം കൂടെ വാങ്ങിക്കൂട്ടി ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇതൊന്നുമില്ലാതെ യേശുവിന് പുറകെ ഇറങ്ങിത്തിരിക്കൂ. ഇന്ന് വേണ്ടത് നിങ്ങൾക്ക് ദൈവം തരും. ഒരു താമര
ചെളിക്കുണ്ടിലാ കിടക്കുന്നത്. പക്ഷെ അതിന്റെ മനോഹരത അത് ശലോമോൻ രാജാവിനേക്കാളും അവന്റെ സൗന്ദര്യത്തെക്കാളും അതിന്റെ പ്രതാപത്തെക്കാളും വലുതെന്ന് ദൈവവചനം പറയുന്നു എങ്കിൽ അത് അങ്ങനെ തന്നെയാ. ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈ ലോകമാകുന്ന ചെളിക്കുണ്ടിലാ കിടക്കുന്നത്. പക്ഷെ ആ ചെളി ഒന്നും അവന്റെ മേൽ അടിക്കത്തില്ല. അവനൊരു താമരയായി തന്നെ നിൽക്കും. അവനെ താമരയായി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാ ദൈവം പറഞ്ഞ അങ്ങനെ നിർത്തുമെന്ന്. നാളെ ഓർത്ത് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം നമുക്കുണ്ട്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന. ഈ ഭൂമി മാറിപ്പോകും, ഈ ആകാശം മാറിപ്പോകും, എന്നാൽ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവനോ ഒരു നാളും നീങ്ങിപ്പോകത്തില്ല, ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല, അവൻ മാറിപ്പോകത്തില്ല. ഒരു ദിവസം ഞാനിങ്ങനെ കട്ടിലേ കിടന്നുകൊണ്ട്, എൻ്റെ വീടിന് അവിടെ കട്ടിലേ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതൊന്നും ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒത്തിരി രാജ്യത്ത് പോകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല പരിപാടികൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആ ഭിത്തിയിൽ കിടന്ന ഒരു ഭൂലോകത്തിന്റെ മാപ്പ് പെട്ടെന്ന് താഴേക്ക് വീണു. കാറ്റടിച്ച് വീണായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയും കംപ്ലൈന്റ് തുടങ്ങുമ്പോൾ ദൈവം പറയാ, മോനെ, നീ പറയുന്നതല്ല ഇങ്ങനെയാ. ആ ആണിയിൽ നിന്ന് ഭൂലോകത്തിന്റെ മാപ്പ് ജസ്റ്റ് താഴേക്ക് വീണതുപോലെ ഈ ഭൂമി മാറിപ്പോകും, ഈ ആകാശം മാറിപ്പോകും. പിന്നെ നിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എവിടെയാ? നീ എന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നത്? പക്ഷേ നീ ഇന്ന് എന്നെ അനുസരിക്കുന്നതിന്റെ വില നിനക്കിന്ന് മനസ്സിലായില്ലെങ്കിലും അത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യേശുവിനെ അനുസരിക്കുവാൻ വേണ്ടിയാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ യേശുവിനെ അനുസരിക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് വാക്യം ഇങ്ങനെ പറയുന്നത്, ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്തെ മനുഷ്യനിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ, അകത്തെ മനുഷ്യനിലോട് സംസാരിക്കുമ്പോൾ നാം ആത്മസ്വഭാവമുള്ളവരായി അകത്തു നിന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തുക. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ശലോമോൻ പണിഞ്ഞ ദേവാലയം 3 തട്ടിലായിരുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറയുക, ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും അതിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ശരീരം, നമ്മളുടെ ദേഹി, പിന്നെ നമ്മുടെ ആത്മാവ്. ഈ ആത്മാവാണ് അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്നത് രക്തം കൊണ്ടാ. അങ്ങനെ ആ രക്തം കൊണ്ട് ചെല്ലുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാ. അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത്, അതിവിശുദ്ധ സ്ഥലത്ത്. അവിടെയാണ് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത്. അവിടെ നിന്നാണ് നിയമങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവും അത് തന്നെയാ ചെയ്തത്. അവൻ നമ്മുടെ പാപത്തിനു വേണ്ടി അങ്ങ് വെളിയിൽ മരിച്ചു. അവന്റെ രക്തം എടുത്തുകൊണ്ട് നാം ദൈവസന്നിധാനത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ അകത്തെ മനുഷ്യനെ, ചത്തുകിടന്ന പാപത്തിൽ മുങ്ങിക്കിടന്ന അകത്തെ മനുഷ്യനെ ദൈവം ജീവൻ കൊടുക്കും. ആ ജീവനിൽ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുവാൻ കഴിയും. അങ്ങനെ പരിശുദ്ധാത്മാവ് അകത്തെ ആത്മാവുമായി സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് ന്യായപ്രമാണം ദൈവം തരും. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ്, ഞാൻ ഇനി ഈ എഴുതപ്പെട്ട അക്ഷരത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്, ആത്മാവിന്റെ ഒരു പുതു നിയമം എനിക്ക് ലഭിച്ചു. അതെന്താണെന്നറിയാമോ? എന്റെ അകത്തെ മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വന്ന് സംസാരിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്യുക. എന്നിട്ട് അകത്ത് നിന്ന് എനിക്കൊരു വ്യത്യാസം വരുത്തുക. ഇന്ന് നമ്മളെല്ലാം നോക്കുന്ന പുറത്തുനിന്ന് വ്യത്യാസം വരാനാ. എന്തുവെന്നറിയാമോ? വെള്ള കൈ ഉള്ള ഒരു ഉടുപ്പ് ഇട്ട്, വെള്ള സാരി ഉടുത്ത്, അങ്ങനെ എന്നിട്ട് ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അയ്യോ മീശ വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുറത്തങ്ങ് ഭയങ്കര പ്രകടനമാ. പുറത്തുള്ള വ്യത്യാസമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അകത്തുള്ള വ്യത്യാസമാണ്. അകത്തെ വ്യത്യാസം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. നമുക്ക് പറ്റുമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ചത് നമ്മുടെ അകത്തെ മനുഷ്യനിൽ കടന്നു വന്നിട്ട് അകത്തെ ആത്മാവിനോട് അവൻ സംസാരിക്കും. ആ സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? അതെന്നിട്ട് പുറത്തേക്ക് ഒഴുകും.
അതാ യേശു പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, അകത്തു നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അത് പരിശുദ്ധാത്മാവിനെ പറ്റി അവൻ പറഞ്ഞത്. അവനിൽ വിശ്വസിക്കുവാനിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന, അവരുടെ അകത്തെ കടന്നു വരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാ പറഞ്ഞത്. ഇന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അന്യഭാഷയിലുള്ള ആരാധനയാണെന്ന് ഒരു കൂട്ടം നന്നായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറയട്ടെ, അന്യഭാഷയിലുള്ള ആരാധന എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, അന്യഭാഷ ദൈവം എന്നോട് പറഞ്ഞു, ഇത് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. അത് ദൈവത്തോട് സംസാരിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് ഉപയോഗവുമില്ല. അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവം നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവന്റെ ശബ്ദം കേട്ട് അവനോട് സംസാരിക്കുക. അവൻ നമ്മളോടും സംസാരിക്കും. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം ചർച്ചിൽ നിന്ന് കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങൾ എനിക്ക് ചായ തരും, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഊണ് തരും, നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുക. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടും, നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്നോടും പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതാ കൂട്ടായ്മ. ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മളുടെ ആത്മാവും എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ സംഭവിക്കുമ്പോൾ അതൊരു സന്തോഷമാ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ സഹോദരങ്ങളെ, ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. 1 2 3 എന്നും പറഞ്ഞൊരു ഫോർമുല ഇല്ല. ഇതൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു എങ്കിൽ, യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്യുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ അകത്ത് വന്ന് ഒരു കൂട്ടായ്മ തരും. ആ കൂട്ടായ്മയിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെടും, വ്യത്യാസപ്പെടും. ആ വ്യത്യാസത്തിൽ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ ജീവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുക. എന്നിട്ട് ഇവിടെ പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. എന്നിട്ട് പറയാ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തുന്നെങ്കിലാ നമ്മൾ ദൈവത്തിന്റെ മക്കള്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളെ നടത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാ. അല്ലെങ്കിൽ മൈൻഡിൽ എത്ര പ്രാവശ്യം ഞാൻ ദൈവത്തിന്റെ മക്കളാന്ന് പറഞ്ഞാൽ ഒരു ഫലവും ഇല്ല. ഞാൻ അങ്ങനെ 10-12 വർഷം പറഞ്ഞതാ. പക്ഷെ ഇന്ന് 2 വർഷമായി, 2-2.5 വർഷമായി ഞാൻ എൻ്റെ അകത്ത് അനുഭവിച്ചറിയുന്നു. ഞാൻ ഇനിയും പറയാം, ഞാൻ ദൈവത്തിന്റെ മകനല്ലെന്ന് പറഞ്ഞാലും ഇവിടെ പറയുന്നത് പോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നാം ഹല്ലേലൂയ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ പറയുക, പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് പറയും, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് പറയും, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. നാം നമ്മെ തന്നെ മക്കളാക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് ക്ലിയർ ആയിട്ട് പറയും, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഈ തലമുറ, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ്. അതിനുവേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുക. അങ്ങനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നാം ദൈവത്തിന്റെ മക്കളാ. ഇത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാ. നിങ്ങൾ വായിച്ചാൽ മതി. റോമാലേഖനം 8-ാം അധ്യായം അത് ക്ലിയർ ആയി പറയുന്നു. പിന്നെ ഗലാത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിലും അത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. എന്താണെന്നറിയാമോ? നിങ്ങളെ ആത്മാവിൽ നടത്തുവാൻ വേണ്ടി കടന്നു വരുന്ന ഒരു ദൈവം. അവിടെ 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുക, ആത്മാവിൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ള അവസ്ഥ ദൈവത്തോട് സമ്മതിക്കണം. അതല്ലാതെ ക്രിസ്തീയ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പില്ല. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിനെയാണോ അനുസരിച്ച് നടക്കുന്നത്? അല്ലെങ്കിൽ എന്നെ ഒന്ന് കാണിക്കണമേ. അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതെങ്കിൽ അതിലെന്നെ കൂടുതലായി വളർത്തണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട് ഈ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മളുടെ അകത്ത് വന്നിട്ട് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ കഴിവുള്ളവനാണ്. ഞാനിത് പറയുന്നത് ഒരു സ്റ്റോറി അല്ല, ഇതൊരു മെസ്സേജ് അല്ല. ഞാൻ ഇന്ന് പറയുന്ന കാര്യം ഞാൻ അനുഭവിച്ച ആളാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്നും ഞാൻ എവിടെ പോണെങ്കിലും ഞാൻ ചോദിക്കുകയാണ്, കർത്താവെ ഞാൻ പോകണോ വേണ്ടായോ? അങ്ങക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെതാണ്, എന്റേത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയാ. അത് ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല ഞാൻ ഇരിക്കുന്നത്, ദൈവത്തെ പ്രസാദിക്കാനാണ്. ഞങ്ങളുടെ അടുത്ത് ഒരു ഹൈന്ദവ സഹോദരി വന്നിങ്ങനെ ഒരു 3 മാസമായി പഠിച്ചുകൊണ്ടിരിക്കുക. 3 മാസമായപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇനിയും അവൾക്കായി തന്നെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തി കൊടുക്കണം. ഇനി നിന്റെ സഹായം അധികം അവൾക്ക് ആവശ്യമില്ല, കാരണം അവൾ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ വൈഫും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ ആ സഹോദരിയോട് സംസാരിച്ചു, നിങ്ങൾ ഇനിയും എപ്പോഴും ഓടി ഇങ്ങോട്ട് വരണ്ട, കാരണം പരിശുദ്ധാത്മാവ് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്നെ നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് വളരെ ദുഃഖമായി. ഞാൻ പറഞ്ഞു, മോളെ കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും. 2 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ, എങ്കിലും വലിയ അറിവുകളൊന്നുമില്ലാതെ ആള് ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു, ഞാൻ ഉപവാസമായിരുന്നു. ഞാൻ ഉപവസിച്ച് കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ആഹാരം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ അകത്തു നിന്നൊരു വോയിസ് വന്നു, മോളെ, ആദിമ മനുഷ്യനായ ആദം പാപം ചെയ്തത് ആഹാരത്തിൽ കൂടെ, അതുകൊണ്ട് നീ ഇത് കഴിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് അവൾ കഴിക്കാൻ ചെന്ന ആഹാരം വേണ്ട എന്ന് പറഞ്ഞ് അവൾ തിരിച്ചുപോയി. അവൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്, ഇത് പരിശുദ്ധാത്മാവാണോ അതോ എൻ്റെ അകത്തു നിന്നുള്ള വേറെ എന്തെങ്കിലും ശബ്ദമാണോ? ഞാൻ പറഞ്ഞു, മോളെ, ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ കൂടെ നിന്ന് നാം അതിനുവേണ്ടി കീഴ്പ്പെടുന്നുവെങ്കിൽ ഇങ്ങനെ ഓരോ സത്യത്തിലും വഴി നടത്തും. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ കുട്ടിയുമായി കൂടെ ഇരുന്ന ആ കുട്ടി പഠിക്കുകയായിരുന്നു. രാത്രി മുഴുവനും അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിനാൽ പഠിക്കുവാൻ സാധിച്ചില്ല. രാത്രിയിൽ പഠിക്കുവാൻ സാധിക്കാഞ്ഞതിനാൽ ദിവസം നടക്കേണ്ട എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയില്ല. വളരെ ടെൻഷനായി. ഈ കുട്ടി പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നമ്മളെ സഹായിക്കും. അവർ പ്രാർത്ഥിച്ച് ആ വിഷയത്തിന്റെ എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അന്നേ ദിവസം എഴുതിയ എക്സാമിനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. ഒരു വളരെ സന്തോഷിച്ചു. ദൈവമേ, നീ വലിയവനാണെന്ന് പറഞ്ഞു, ദൈവത്തെ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ക്രിസ്ത്യൻ പെൺകുട്ടി ഈ ഹൈന്ദവ കുട്ടിയോട് പറയുകയാണ്, ഓ, ഇനി നമുക്ക് പഠിക്കുമൊന്നും വേണ്ട, ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അങ്ങ് ചെയ്തോളും. അറിയാമോ എന്താണ് പരിശുദ്ധാത്മാവ് ഈ കുട്ടിയിൽ കൂടെ അന്നേരം പറഞ്ഞെന്ന്? ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അവൾ പറഞ്ഞു, പഠിക്കാൻ സമയം കിട്ടുമ്പോൾ പഠിക്കണം, ദൈവത്തെ പരീക്ഷിക്കരുത്. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. ഇങ്ങനെ ആത്മാവിൽ ഒരു ജീവിതം നയിച്ചാൽ എന്താകുമെന്നറിയാമോ? ഈ ലോക സ്നേഹം നമ്മളിൽ നിന്ന് പതിയെ കട്ട് ചെയ്യുവാൻ തുടങ്ങും. ഈ ലോക സ്നേഹം കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാധനത്തോടൊരു സ്നേഹമാകുമ്പോൾ അതിന്റെ അപ്പുറത്തുള്ള കാര്യം പരിശുദ്ധാത്മാവ് കാണിക്കും. അപ്പോൾ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ചിട്ട് ഞാൻ ആത്മാവിനെ അനുസരിക്കുക, അതെനിക്ക് നിത്യജീവനാ. അങ്ങനെ വരുമ്പോൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നാം ഈ ഭൂമിയിലുള്ളതല്ല അന്വേഷിക്കുന്നത്, സ്വർഗത്തിലുള്ളത് അന്വേഷിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ പ്രിപ്പയർ ചെയ്യും. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുള്ളത് അന്വേഷിക്കാതെ സ്വർഗത്തിലുള്ളത് അന്വേഷിക്കുവാൻ വേണ്ടി നമ്മളെ ഒരുക്കും. നമ്മളിപ്പോ ഭൂമിയിലുള്ളതാ ഒത്തിരി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളുടെ സ്നേഹവും ഭൂമിക്ക് വേണ്ടിയാ, ഈ ലോകത്തിന് വേണ്ടിയാ. ദൈവം പറഞ്ഞു, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് രണ്ടും ഒരുമിച്ച് പോകത്തില്ല. ഒന്നുകിൽ ലോകസ്നേഹം അത് ദൈവവുമായിട്ട് നമ്മളെ അകറ്റും, അല്ലെങ്കിൽ ദൈവസ്നേഹം അത് ലോകവുമായി നമ്മളെ അകറ്റും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചിറങ്ങിയാൽ ഈ ലോകം നിങ്ങളെ വെറുക്കും, ഈ ലോകം നിങ്ങളെ കൊല്ലുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. കാരണം നിങ്ങൾക്ക് മുമ്പേ എന്നെ അവർ കൊന്നു എങ്കിൽ നിങ്ങളെയും കൊല്ലും.
എന്നാൽ ദേഹത്തെ കൊന്നിട്ട് ദേഹിയെയും ആത്മാവിനെയും നരകത്തിൽ തള്ളിയിടുവാൻ കഴിവുള്ളവനെ ഭയപ്പെടുക. ഇന്ന് ഞാൻ പറയട്ടെ, ഈ ദേഹം മണ്ണാണ്, മണ്ണിനോട് ചേരും. എന്നാൽ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പോകും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ യേശുവിന്റെ രക്തത്താൽ ഉള്ള വിടുതൽ പ്രാപിക്കാതെ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ നാം നരകത്തിലേക്ക് പോകും. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വായിച്ചതുപോലെ പറയാ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ആ ശിക്ഷാവിധി ഇല്ലാത്തത്. പഴയ നിയമത്തിൽ നാം കാണുന്നത്, നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്ക്, ഈ പെട്ടകത്തിൽ കയറിയിരിക്കുന്നവർ എന്തു പറ്റും? അവർ ജലപ്രളയത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. അപ്പൊ നോഹ, നീതിപ്രസംഗിയായ നോഹ, അവനൊരു പെട്ടകമുണ്ടാക്കി അനേകരോട് പറഞ്ഞു. അന്ന് യേശുവിനെ ആരാധിക്കുന്ന, യേശുവിന് യഹോവയായ ദൈവത്തിന് യാഗമർപ്പിക്കുന്ന ഒത്തിരി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നോഹയുടെ സഹോദരങ്ങളുണ്ട്. കാരണം മെതുശലേം, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. മെതുശലേം എന്ന് പറഞ്ഞാൽ ഇവന്റെ അന്ത്യത്തിൽ ഒരു നാശം സംഭവിക്കും. അപ്പോൾ മെതുശലേം ജനിച്ച് അപ്പോൾ ഹാനോക്കിന് 65 വയസ്സായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത്. മെതുശലേം ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നാണ്. അപ്പൊ അവനൊരു മെസ്സേജ് കിട്ടി, മെതുശലേം മരിക്കുന്ന നാളിൽ ഈ നാശം വരും. അതുകൊണ്ട് അവന്റെ ജീവിതത്തെ ക്രമീകരിച്ച് അവൻ ദൈവത്തോടു കൂടെ നടക്കുവാൻ തുടങ്ങി. അവന്റെ സന്തതികളായ മെതുശലേം, ലാമേക്കിന്റെ സന്തതിയായി നോഹ ജനിച്ചു. നോഹയ്ക്ക് മറ്റ് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം യഹോവയെ പറ്റി അറിയാം. യഹോവയ്ക്ക് യാഗമർപ്പിക്കുന്നവരാ, ആരാധിക്കുന്നവരാ. പക്ഷെ ആരെങ്കിലും രക്ഷപ്പെട്ടോ? ഇല്ല. നോഹയും കുടുംബവും ദൈവത്തെ അനുസരിച്ചു. അവർ പെട്ടകത്തിൽ കയറി. പെട്ടകത്തിൽ കയറി കഴിഞ്ഞ് 7 ദിവസം വരെ മഴ വന്നില്ല. എന്നിട്ട് ദൈവം അതിനെ അടച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ വന്നു. ഭൂമിയിലുള്ള സകല ജാതികളും നശിച്ചുപോയി. നിങ്ങൾക്കറിയാം കഥ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് പുതിയ നിയമത്തിൽ അതുപോലെ ഒരു നാശം വരുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ ഒരു ന്യായവിധി വരുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ പെട്ടകം ഏതാണെന്നറിയാമോ? യേശുക്രിസ്തുവാണ് പെട്ടകം. ഈ യേശുക്രിസ്തുവിൽ കയറിയിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ശിക്ഷാവിധി ഇല്ലാത്തത്. അന്നത്തെ പോലെ ഇന്നും ഒത്തിരി പേര് ആരാധിക്കുന്നുണ്ട്, ഒത്തിരി പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ഒത്തിരി പേര് യേശുവിനെ പിൻപറ്റുന്നു എന്ന് പറഞ്ഞ് ആരാധിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഇരിപ്പ് യേശുവിലാണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക. അപ്പൊ യേശുവിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പഴയ നിയമത്തിൽ നോക്കിയേ, രാഹാബിനോട് പറഞ്ഞു, നിങ്ങള് ഈ ഭവനത്തിൽ കയറിയിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, ഇതിനകത്തല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും, അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കട്ടളയിലും കുറുവടിമേലും രക്തം പുരട്ടുക, എന്നിട്ട് അതിനകത്തിരിക്കണം. ആരെങ്കിലും പുറത്തിറങ്ങിയാൽ മരിച്ചു പോകും, അതിന് ദൈവം കാരണക്കാരനല്ല. അപ്പോൾ പുതിയ നിയമത്തിൽ ദൈവം വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ now those who are in Christ Jesus, ക്രിസ്തുവേശുവിന്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. ആ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. അവിടെ പറയുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിക്കാതെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ഈ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നാം അനുസരിക്കുന്നു എങ്കിൽ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നാം ക്രിസ്തുവിലായിരിക്കുന്നത്. അപ്പൊ ഇന്ന് പകൽക്കാലം ഒറ്റ കാര്യം ചോദിച്ചാൽ മതി, ഞാൻ എന്തുവാ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയാണോ? ഞാനൊരു ഉദാഹരണം പറയാം. പരിശുദ്ധാത്മാവിനെ എങ്ങനെയാ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോ മിനിറ്റിലും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് തന്നെ ജീവിക്കണം. ഒരു ദിവസം രാവിലെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ജന്മത്തോടനുബന്ധിച്ച് അവര് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സമയത്ത് ഒത്തിരി ബില്ല് ആയി.
അപ്പൊ അങ്ങനെ കൊടുക്കുവാൻ വേണ്ടി ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അധികം പൈസയേ ഇല്ല, എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഒത്തിരി ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്കൗണ്ട് ചോദിക്കാം, നമുക്ക് നിങ്ങൾ ഇങ്ങനെ യേശുവിനെ പിൻപറ്റുന്നവരാന്നൊക്കെ പറയാം, അതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് രാവിലെ 3 മണിയായപ്പോൾ ഞാൻ യേശുവിന്റെ സ്പർശനം, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങി. അവൻ എന്നോട് പറഞ്ഞു, മോനെ, എന്നെ ഒരിക്കലും നീ കുറയ്ക്കരുത്. ഇവരുടെ ദൈവം പൈസയാ, പക്ഷെ നിന്റെ ദൈവം പൈസയല്ല. ഇവർ പൈസയ്ക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, നീ അതിനു വേണ്ടിയല്ല ജീവിക്കുന്നത്, നീ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കണ്ട, ഞാൻ നിനക്ക് തരുവാൻ സമർത്ഥന. പൈസ എന്റേതാണ്, നീ എന്റേതാണ്, ഈ സംഭവങ്ങളെല്ലാം എന്റേതാകിയാൽ ഞാൻ അതിനു വേണ്ടി എന്തു വേണമോ അത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഞാൻ രാവിലെ 3:30 ആയപ്പോൾ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, കർത്താവേ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് നീ എന്നോട് പറഞ്ഞുവെങ്കിൽ ഞാൻ ഇന്നു മുതൽ ഇപ്പോൾ ഞാൻ ഇനി മനുഷ്യനിൽ ആശ്രയിക്കത്തില്ല, ഞാൻ ഇനി നിന്നിൽ ആശ്രയിക്കാൻ പോവാ. കർത്താവ് പറഞ്ഞു, ശരി, നീ പൊക്കോ. അറിയാത്തൊരു ധൈര്യം എൻ്റെ അകത്ത് വന്നു. രാവിലെ തന്നെ വിളിച്ച് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ആരും എനിക്ക് റെക്കമെൻഡേഷൻ പറയല്ലേ, കാരണം ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ആണ് ദൈവം, അവരുടെ ദൈവം പൈസയാ, പക്ഷേ എൻ്റെ ദൈവം പൈസയല്ല, അതുകൊണ്ട് എനിക്ക് ഒരു റെക്കമെൻഡേഷൻ വേണ്ട. ഞങ്ങൾ ചെന്ന് ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കുവാനാകുമ്പോൾ പെട്ടെന്ന് പറയട്ടെ, 2000 രൂപയുടെ കുറവ്. പെട്ടെന്ന് ഞങ്ങളുടെ അവിടെ പ്രേയറിനൊക്കെ വരുന്ന ഒത്തിരി പേരുണ്ട്, വലിയ ധനികന്മാരുണ്ട്. എല്ലാവരും പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാം, പറയണേ, പൈസ വല്ലതും കുറവുണ്ടോ, കൊടുക്കാൻ പൈസ കുറവുണ്ടോ. ദൈവം അന്ന് രാവിലെ എങ്ങനെയൊക്കെയാ തന്നെന്ന് ചോദിച്ചാൽ അതൊക്കെ പറയണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. ദൈവം അങ്ങനെ ഇങ്ങനെയൊക്കെ തരുവാൻ തുടങ്ങി. പക്ഷേ ബില്ല് കൊടുക്കാൻ തുടങ്ങുമ്പോൾ 2000 രൂപയുടെ കുറവ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ബാങ്കിലുണ്ടായിരുന്നൊക്കെ ഞങ്ങൾ എടുത്തു. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇറങ്ങി ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, നീയാ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന്. ഞാൻ ഈ ഒറ്റ മനുഷ്യനിൽ ആശ്രയിക്കത്തില്ല, ഇവരോട് ഞാൻ ചോദിക്കത്തില്ല, നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്. കർത്താവ് പറഞ്ഞു, മോനെ, അതിന് കുഴപ്പമില്ല, നീ നിന്റെ ATM-ലേക്ക് ചെല്ല്, നീ കാർഡിട്ട് നോക്ക്. എന്റെ മനസ്സിൽ അത് ദൈവം ഇറങ്ങി വന്നൊന്നും പറയുന്നതല്ല, അകത്തു നിന്ന് പറഞ്ഞൊരു ശബ്ദമാണ്. ആ ശബ്ദം ഞാൻ കേട്ടു. ഉടനെ ഞാൻ ATM-ലേക്ക് കടന്നു ചെന്നു. ഞാൻ പറയട്ടെ, ഒരാൾ എനിക്ക് 3000 രൂപ അന്ന് രാവിലെ ഇട്ടിട്ടുണ്ട്. അത് മേടിച്ച് ഞാൻ കൊണ്ടുവന്ന് ബില്ല് കൊടുത്തു. ഞാൻ പൈസയല്ല പറയുന്നത്, ഈ പൈസയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ദൈവം പൈസയല്ല. ഈ ലോകക്കാർ ജീവിക്കുന്നത് പോലെ അല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് അന്നന്ന് ആവശ്യമുള്ളത് ദൈവം തരും. പക്ഷേ അതിനപ്പുറത്തൊരു കാര്യം മനസ്സിലാക്കണം, നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ്. അവന്റെ ശബ്ദം കേട്ടാൽ അവനെ അനുസരിക്കണം. അടുത്ത ടെസ്റ്റാ അത്. ഈ ടെസ്റ്റ് വിജയിക്കണം. യെശയ്യാവിന്റെ പ്രവചനം 28-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. അന്ന് രാവിലെ കർത്താവ് വന്നു മന്ന സ്വരത്തിൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാ. കർത്താവ് ഇങ്ങനെ വിക്കി വിക്കി പറയുന്ന ഭാഷയിൽ അവൻ എന്നോട് പറയുക, അന്യഭാഷയിൽ അവൻ എന്നോട് പറയുക, മോനെ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ലോകത്തിന്റെ ഭാഷയല്ല ദൈവം ഉപയോഗിച്ചത്. ലോകത്തിന്റെ ഭാഷ പൈസ കുറവാണെങ്കിൽ ആരുടെയെങ്കിലും നിന്നും കടം മേടിച്ചു കൊടുക്ക്, പിന്നെ നീ അധ്വാനിച്ച് അത് വീട്ടെന്ന ലോകത്തിന്റെ ഭാഷ. പക്ഷേ അന്യഭാഷയിൽ ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? നീ ഒറ്റ മനുഷ്യനിലും ആശ്രയിക്കണ്ട, ഞാൻ നിനക്ക് തരാമെന്ന. അത് സ്വസ്ഥതയാ, അത് സ്വസ്ഥതയാ. അത് കേട്ടനുസരിക്കുന്നുവെങ്കിൽ അത് വിശ്രാമമാ. പക്ഷേ ഇവിടെ പറയുന്നത് ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ, ഇതാകുന്നു വിശ്രാമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തു. ഇത് സ്വസ്ഥതയും വിശ്രാമവും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഭാഷ കേൾക്കാതെ ദൈവത്തിന്റെ ഭാഷ കേൾക്കുന്നത് നമുക്ക് വിശ്രാമവും നമുക്ക് സ്വസ്ഥതയുമാണ്. പക്ഷേ ഈ ജനത്തിന് അത് കേൾപ്പാൻ മനസ്സില്ല. അവരെ കുറിച്ച് എന്താ പറയുന്നത് നോക്ക്. എങ്കിലും അവർക്ക് കേൾപ്പാൻ മനസ്സില്ലായിരുന്നു. ആകയാൽ അവർ ചെന്ന് പിറകോട്ട് വീണ്
തകർന്ന് കുടുക്കിലകപ്പെട്ട് പിടിപെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് ആയിരിക്കും. 3 കാര്യമാ. അവർക്ക് ദൈവം പറയുന്ന ഭാഷ കേൾക്കാൻ മനസ്സില്ല. പക്ഷേ അവർക്ക് ദൈവം പറയുന്ന യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടമാ. ഒരു ഉദാഹരണം പറയാം. യഹോവയുടെ വചനം പറയുന്നു, ശുഭ്രവസ്ത്രധാരികളായി നിങ്ങൾ അങ്ങോട്ട് പോകും. പക്ഷെ ഇന്നിപ്പോ അത് വെള്ളയുടുപ്പിൽ അങ്ങ് ഒതുക്കി നിർത്തിയിരിക്കുക. ചട്ടമാ, റൂൾ ഉണ്ടാക്കിയിരിക്കുക, നിയമങ്ങൾ ഉണ്ടാക്കുക. ദൈവത്തിന്റെ വചനം വായിച്ചിട്ട് നമ്മുടെ മൈൻഡ് കൊണ്ട് അത് റൂൾ ഉണ്ടാക്കി അതും പിടിച്ചോണ്ടിരിക്കുക. പിന്നെന്തുവാന്നറിയാമോ? സൂത്രം. പാപം ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് പാപബോധം തരുമ്പോൾ അതിന് സൂത്രം ഉപയോഗിച്ച് അതിനെ ഖണ്ഡിക്കുവാൻ, സ്വന്തം താല്പര്യങ്ങൾ നടത്തുവാൻ വേണ്ടി വചനം ഉപയോഗിക്കുന്നത് സൂത്രമാ. വിട്ടുവരിഞ്ഞ് മാനസാന്തരപ്പെട്. പിന്നെന്തോന്നറിയാമോ? ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറഞ്ഞാൽ ഈ ലോകവും എനിക്ക് കുറച്ച് വേണം, പിന്നെ ദൈവവും എനിക്ക് വേണം. അയ്യോ, ഞായറാഴ്ച വരുമ്പോഴത്തേക്ക് ദൈവമേ നീ അങ്ങ് വന്നാൽ മതി എന്ന് പറയും. പിന്നെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അയ്യോ ലോകമേ നീ ഇങ്ങ് വന്നാൽ മതി എന്നും പറയും. ഇവിടെ അല്പം അവിടെ അല്പം. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇത് വളരെ സീരിയസ് ആണ്. ദൈവം പറയുക, യഹോവയുടെ വചനം ചട്ടമാക്കുന്നവരോടും സൂത്രം ആക്കുന്നവരോടും ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരോട് യഹോവയുടെ വചനം പറയുകയാണ്, യഹോവ പറയുകയാണ്, അവർ ചെന്ന് പുറകോട്ട് വീണ് തകർന്ന് കുടുക്കിലകപ്പെട്ട് പിടിപെടും. ഓഹ്, എന്തുവാ? ഇന്ന് നിങ്ങൾ ചട്ടത്തിലും സൂത്രത്തിലും ഇവിടെ അല്പമൊന്നും അവിടെ അല്പമൊന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, മാനസാന്തരപ്പെട്. നിങ്ങൾ ചെന്ന് പുറകോട്ട് വീഴുവാൻ ഇടയാകരുത്, തകരുവാൻ ഇടയാകരുത്. നിങ്ങൾ പുറകോട്ട് വീണ് നടുവൊടിയുവാൻ ഇടയാകരുത്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട്, ദൈവമേ ആ വിക്കി വിക്കി പറയുന്ന അധരങ്ങളിൽ കൂടെ എനിക്ക് കേൾക്കണം, അന്യഭാഷകൾ കൂടെ നീ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം, അത് ഞാൻ അനുസരിച്ചു കൊള്ളാം, അതാണ് എനിക്ക് സ്വസ്ഥത എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, ഈ പറഞ്ഞ പാരമ്പര്യമല്ല നമ്മളെ രക്ഷിക്കുന്നത്. ഈ പറഞ്ഞ പൊത്തുവരുത്ത ജീവിതമല്ല നമ്മളെ രക്ഷിക്കുന്നത്. ഈ പറയുന്ന സഭയുടേതോ ഏതെങ്കിലും ഒരു സംഘടനയുടേതോ ആയ നിയമങ്ങളല്ല നമ്മളെ രക്ഷിക്കുന്നത്. പാരമ്പര്യമല്ല രക്ഷിക്കുന്നത്. പിന്നെയോ ഇന്നത്തെ ശബ്ദം ഇന്നത്തെ സ്വസ്ഥതയാണ്. ഇന്നത്തെ ശബ്ദം ഇന്നത്തെ സ്വസ്ഥതയാണെങ്കിൽ പരിശുദ്ധാത്മാവേ അങ്ങ് എന്താണ് ഇന്ന് പറയുന്നതെന്ന് കേട്ട് അതിനനുസരിച്ച് ജീവിക്ക്. അത് നിങ്ങൾക്ക് സ്വസ്ഥത തരും. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞിട്ട് യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാനാ. യേശു ഈ ലോകത്തിലായിരുന്നു, പക്ഷെ ഈ ലോകത്തിന്റെ ഒന്നും അവനെ യേശിയില്ല. അവൻ ദൈവഹിതമുള്ളത് മാത്രം ചെയ്തു. മറിയ ഓടി വന്ന് പറയുകയാണ്, മോനെ വീഞ്ഞു തീർന്നു എന്ന് പറയുമ്പോൾ യേശു പറയാ, സ്ത്രീയെ നീ മിണ്ടാതിരിക്കുക, എനിക്ക് ഉയരത്തിൽ നിന്ന് കൽപ്പന വരാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഞാൻ കേൾക്കാതെ എനിക്കൊന്നും ചെയ്യുവാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ പറയുമോ? ഞാൻ ഇന്ന് പറയട്ടെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാ നമ്മള്. ആ സഭയിലെ ഓരോ അംഗവുമാ നമ്മള്. ഈ വിരലിനൊരു മുറിവുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഈ തല ഈ 2 വിരലുകളോട് പറയും, ചെന്ന് പെട്ടെന്ന് ഇവനെ അമർത്തിപ്പിടിക്ക്, കാരണം ചോര പോകരുത്. ഇതെപ്പോഴും പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു ടൈമിംഗ് ഉണ്ട്. ഈ ടൈം കഴിയുമ്പോൾ തല പിന്നെയും പറയും അത് വിട്ടേരെ, അപ്പോൾ വിടും. ഇതാണ് ക്രിസ്തീയ ജീവിതവും. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവാണ് സഭയുടെ തല. അവന്റെ ശരീരമാണ് ഇന്നത്തെ സഭ. ആ ശരീരത്തിലെ ഒരംഗമാണ് ഞാന്. ആ ശരീരത്തിലെ ഒരംഗമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഈ തലയിൽ നിന്നുള്ള മെസ്സേജ് വരാതെ ഈ കൈക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മെസ്സേജ് വരുന്ന അനുസരിച്ചാണ് ഈ കൈ പ്രാവർത്തികമാകുന്നത്. അങ്ങനെ പ്രാവർത്തികമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? തല പറയും, മോനെ തന്റെ അങ്ങേപ്പുറത്തെ ആ അച്ചായൻ ഒരു പ്രശ്നമുണ്ട്, അവിടേക്കൊന്ന് ചെന്ന് പ്രാർത്ഥിക്ക്. ആ മെസ്സേജ് പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എൻ്റെ അകത്തെ മനുഷ്യനിൽ അത് സംസാരിക്കും. അത് കേട്ട് ഞാൻ ചെയ്യും.
ഇന്ന് എന്താ പ്രശ്നം എന്നറിയാമോ? ഈ നേർവ് കട്ടായിരിക്കുക. ഇവിടുന്ന് ഒരു നേർവ് ഇങ്ങോട്ടെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഒരു നേർവിന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ സൈഡ് മുഴുവൻ പാരലൈസ്ഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അനങ്ങാൻ പറ്റത്തില്ലെന്ന് പറയും. പിന്നെ മെസ്സേജ് വരത്തില്ല. ഇന്ന് ക്രിസ്തുവിന്റെ ശരീരത്തിന് പാരലൈസ്ഡ് ആയി കിടക്കുക. പാരലൈസ്ഡ് ആയിരിക്കും. എന്താ? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം തിരിച്ചറിയുന്നില്ല. ആ നേർവിനെ ദുഃഖിപ്പിക്കുക. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു പറഞ്ഞ പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചു അന്യഭാഷയെ കളിയാക്കുന്ന. അല്ല, പരിശുദ്ധാത്മാവ് തിരുവചന സത്യങ്ങളെ നമുക്ക് ഗ്രഹിപ്പിച്ചു തന്ന് അതിലൂടെ നടക്കുവാൻ പറയുമ്പോൾ അത് അനുസരിക്കാത്തതാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. ആ പാപം ഒരിക്കലും ക്ഷമിക്കത്തില്ല. എന്നാൽ ക്രിസ്തു എന്ന തലയിൽ നിന്ന് വരുന്ന ഓരോ മെസ്സേജ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവിനോട് പറയുമ്പോൾ ഇന്ന് ഞാൻ അത് ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ എനിക്ക് ക്രിസ്തു എന്ന പെട്ടകത്തിൽ ഇരിക്കുവാൻ കഴിയും. അങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ ഒരു ദിവസം കർത്താവ് വരുമ്പോൾ സ്വർഗത്തിൽ കടന്നു പോകുവാനും കഴിയും. അതിനുവേണ്ടി ദൈവം നമ്മെ വിളിക്കുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തി ജീവിതങ്ങളെ നിങ്ങളുടെ അകത്തിപ്പോൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയാ. അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കൂ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ യേശു വരുമ്പോൾ നിങ്ങൾ ആ ശബ്ദം കേൾക്കും. നിങ്ങൾക്കും അവനോടുകൂടെ മധ്യാമേഘങ്ങൾ എടുക്കപ്പെടുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി താല്പര്യമുള്ളവർ ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുമോ? ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് സത്യം ഗ്രഹിപ്പിച്ചു തരുവാൻ പിതാവ് അങ്ങേ അയച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൽ ഇരിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ സത്യങ്ങൾ ഗ്രഹിച്ച് അതിനൊത്തിവിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതിക്കുന്നു. അതിനനുസരിച്ച് ജീവിക്കുവാൻ ഈ നിന്റെ ജനത്തെ സഹായിക്കണമേ. ഇന്ന് മാനുഷിക സങ്കല്പങ്ങൾ ഒഴിവാക്കി ക്രിസ്തുവിന് വേണ്ടി ബുദ്ധിയെ അനുസരിച്ചല്ല ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ, അകത്തു നിന്ന് കിട്ടുന്ന കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.